ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്ക് സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ വീഡിയോ കാണണം. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ അതൊക്കെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് മെൻഷൻ ചെയ്യാനും വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ ഇൻഫർമേറ്റീവ് ആയി നിങ്ങൾക്ക് തോന്നിയെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ വന്നിരിക്കുന്നത് ബ്ലമ്മിനെ കുറിച്ച് കുറച്ച് അഭിപ്രായങ്ങളാണ്. ബ്ലം എപ്പോഴാണ് ലിസ്റ്റ് ആവാൻ പോവുക, ബ്ലമ്മിൻ്റെ എത്രയോ റൂമേഴ്സ് നമ്മുടെ ചുറ്റും കടന്ന് ഓടുന്നുണ്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ബ്ലമ്മിനെ കുറിച്ചിട്ട് എൻ്റെ ഒരു അഭിപ്രായവും നിങ്ങൾക്ക് എത്രത്തോളം പ്രോഫിറ്റ് കിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആൾറെഡി പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ കിട്ടിയ ന്യൂസുകളും അങ്ങനെ എല്ലാ കാര്യങ്ങളും കൊണ്ട് നമ്മുടെ ഒരു അഭിപ്രായം മാത്രമായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ പോയിന്റ്സ് കമൻറ്റ് ചെയ്യുക, നമുക്ക് എത്രത്തോളം പ്രോഫിറ്റ് കിട്ടുക എന്നുള്ള കാര്യങ്ങൾ നോക്കുക. അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഒരുപാട് വലുതാക്കില്ല, പെട്ടെന്ന് തന്നെ പറഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ബ്ലമ്മിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. എനിക്കിപ്പോൾ 2,53,801 പോയിന്റ്സ് ആണ് എനിക്ക് ബ്ലമ്മിലുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഡ്രോപ്പ് ഗെയിം ഉണ്ട്. അപ്പോൾ കുറേ പേര് ഇപ്പം ഞാൻ റീസെൻ്റ്ലി ഒരു ഫോട്ടോ കടന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ കളിക്കുന്നുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ബ്ലമ്മിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ആ ഫോട്ടോ ഒന്നും ഞാൻ കാണിച്ചു തരുന്നില്ല, പക്ഷേ അതിൽ പറയുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. ബ്ലമ്മിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഡ്രോപ്പ് ഗെയിമിൽ എത്രത്തോളം കളിച്ചു, അതേപോലെ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം പോയിന്റ്സ് ഏൺ ചെയ്തു, അതേപോലെ തന്നെ നിങ്ങൾ എത്രത്തോളം ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു, അതേപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. കുറച്ച് ലേറ്റിൻ്റെ ഒരു മങ്ങലൊക്കെ ഉണ്ടാവും, എന്തായാലും ക്ഷമിക്കും. അപ്പോൾ ഇതിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക എന്നുള്ളൊരു എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് നല്ല മാക്സിമം ചെയ്തു എന്നാണ് നല്ലൊരു ഡ്രോപ്പ് കിട്ടും എന്നാണ് അതിൽ പറയുന്നത്. അതിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ അവർ പറഞ്ഞിട്ടുള്ളത്, അതിൽ പ്രധാനപ്പെട്ടതായി പറഞ്ഞിട്ടുള്ളത് ഫ്രണ്ട്സ് റെഫറിൽ 5 ആയിരിക്കും ലിമിറ്റ്. അതിൽ കൂടുതൽ ഒരുപാട് ആൾക്കാർക്ക് ഉള്ളവർക്കൊന്നും അത്രത്തോളം പ്രോഫിറ്റ് കിട്ടില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ഒരുപാട് ഫ്രണ്ട്സ് ഉള്ളവന്മാർക്ക് ഒരുപാട് പോയിന്റ്സ് ഉണ്ടാവും. ആ ഒരുപാട് പോയിന്റ്സ് അവർ കൺസിഡർ ചെയ്തില്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഒരു കൺവേർഷൻ നമുക്കിതിൽ തരിക? അപ്പോൾ നമുക്കൊക്കെ കിട്ടാൻ പോകുന്നത് ഈ ഒരു പോയിന്റ്സിൻ്റെ ഈ കണക്ക് വെച്ചിട്ട് നിങ്ങളുടെ അക്കൗണ്ട് വെച്ചിട്ട് നമുക്കൊരു ഡ്രോപ്പ് ആയിരിക്കും കിട്ടാൻ പോകാമെന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് കുറച്ചൊക്കെ പ്രോഫിറ്റ് ആണ് കിട്ടുള്ളൂ. ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം കഴിഞ്ഞു, ഒരുപാട് ലാഗായി, കുറേ ആൾക്കാർ കളിക്കാൻ തുടങ്ങി, കുറേ ആൾക്കാരുടെ ലക്ഷക്കണക്കിന് പോയിന്റ്സ് ആയിക്കൊണ്ട് ബ്ലം മാറിക്കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഏതൊരു പ്രൊജക്റ്റിലും ഒരുപാട് പ്രതീക്ഷ വെക്കരുത് എന്നുള്ള കാര്യത്തിനാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ളൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ പോയിന്റ്സ് ഒക്കെ താഴെ വന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് റൂമേഴ്സ് നടക്കുന്നുണ്ട് ഇല്ലേ. ഇതിപ്പോൾ ഞാൻ അടുത്ത വർഷമാണ് ലിസ്റ്റ് ആവാൻ പോവുള്ളൂ, അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ ലിസ്റ്റ് ആവാൻ പോവില്ല. പിന്നെ ചിലവർ പറയുന്നുണ്ട് ഈ കോയിനൊന്നും ഒരു പൈസ കിട്ടാൻ പോകുന്നില്ല, ഒരുപാട് യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ ചിലവർ വന്ന് പറയുന്നുണ്ട് എന്താണ്, ഇതൊരു ഫ്യൂച്ചർ എക്സ്ചേഞ്ച് ആണ്, ഇതൊന്നും എനിക്ക് ഒരുപാട് പ്രോഫിറ്റ് കിട്ടും, ബ്ലം അടിപൊളി പ്രൊജക്റ്റ് ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ ചുറ്റും നടക്കുന്നുണ്ട്. നമുക്ക് ഈ ഇൻഫർമേഷനൊക്കെ ആര് തരണം? അവർ തന്നെ തരണം. അവരിപ്പോൾ കണ്ട് ഇവൻറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നത് അവരുടെ ഫ്യൂച്ചർ പൊട്ടൻഷ്യലിന് വേണ്ടിയിട്ടാണ് നടത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ കാര്യങ്ങൾക്ക് നമുക്കൊക്കെ യൂസ് ആവുമോ എന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ, ഇത്രത്തോളം യൂസേഴ്സ് ഉള്ളൊരു പ്രൊജക്റ്റ് നിങ്ങൾ എന്തൊക്കെ വിചാരിച്ചാലും നമുക്ക് അതിന് അത്രത്തോളം ഒരു കോടികളൊന്നും നിങ്ങൾ കിട്ടില്ല എന്ന് നിങ്ങൾ വിചാരിക്കുക, കിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെയുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ റോഡ് മാപ്പ് ഒന്ന് എടുത്ത് നോക്കാം. റോഡ് മാപ്പ് എടുത്ത് നോക്കിയിട്ട് പോയിന്റ്സും പ്രീ മാർക്കറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ വാട്ട് ഈസ് എക്സൈറ്റിംഗ് റോഡ് മാപ്പ്, വാട്ട്സ് കമ്മിങ്സ് അപ്പ്. ഇത് മെയ് 3 വന്ന റോഡ് മാപ്പാണ്. ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ പാതി വരെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാം. ഈ ഒരു റോഡ് മാപ്പ് വന്നപ്പോൾ തന്നെ അവർക്ക് 34 മില്യൺ യൂസേഴ്സ് ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാട്ട് വി ഹാവ് ഡൺ സോൺ ഫോർ, നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് തന്നെ അവർ ബോട്ട് ഉണ്ടാക്കി. അത് കഴിഞ്ഞാൽ ഈ പോയിന്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഡ്രോപ്പ് ഗെയിം കൊണ്ടുവന്നു. അത് കഴിഞ്ഞപ്പോൾ അവർ എന്ത് ചെയ്തു, ടാസ്ക് കൊണ്ടുവന്നു. അതേപോലെ തന്നെ അത് കഴിഞ്ഞപ്പോൾ അവർ കൊളാപ്സ് എടുക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ അവർ എന്ത് ചെയ്തു, ഈ ഒരു ഇത് ലോഞ്ച് ചെയ്യാമെന്നുള്ളൊരു ഓപ്ഷൻ പറഞ്ഞു. ഇതിൽ ഒരുപാട് വാലറ്റ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊണ്ടുവന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടാണ് പിന്നെയാണ് അവർ എന്ത് ചെയ്തത്, ഒരു കാര്യം കൂടി പറയാൻ തുടങ്ങി. വാട്ട് നെക്സ്റ്റ്, പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് ന്യൂ ഫീച്ചേഴ്സ്. അപ്പോൾ പിന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ഡെവലപ്മെൻറ്റ് പ്രൊഡക്റ്റ് ചെയ്യാൻ പോവാണ്, പുതിയ ഫീച്ചേഴ്സ് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബ്ലം ടീം ഹാസ് ഡിസൈഡഡ് ടു അഡ്ജസ്റ്റ് അവർ റിലീസ് ഷെഡ്യൂൾ ടു ഷുവർ ബെസ്റ്റ് പോസിബിൾ എക്സ്പീരിയൻസ് ഫോർ യു. വി ആർ ഇൻവെസ്റ്റിംഗ് എക്സ്ട്രാ ടൈം ഇൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ അവർ അപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട് കുറച്ചും കൂടി എക്സ്ട്രാ ടൈം എടുക്കും ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ലോഞ്ച് ചെയ്യാനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും, ലിസ്റ്റിംഗ് എല്ലാ കാര്യങ്ങളൊക്കെ ഡിലേ ആവും എന്ന് പറഞ്ഞിട്ടുണ്ട്. വൈൽ ഡിലേ ക്യാൻ ഡിസപ്പോയിൻമെൻറ്റ് യു. അപ്പോൾ ഡിലേ ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാവും. വി ബിലീവ് ദിസ് വിൽ റിസൾട്ട് സിഗ്നിഫിക്കൻ്റ്ലി ഇംപ്രൂവ് പ്രോഡക്റ്റ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇത് നല്ല പ്രോഡക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള ഡിലേ ഒക്കെ ആവുന്നത്. താങ്ക് യു ഫോർ യുവർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ദെൻ കണ്ടിന്യൂ സപ്പോർട്ട്. ഹിയർ ഈസ് ദ അപ്ഡേറ്റ് ബ്ലം റോഡ് മാപ്പ് ഫോർ 2024 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അവരിവിടെ പറഞ്ഞിട്ടുള്ളത് അവൻ്റെ റോഡ് മാപ്പ് ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ ഫാമിങ്, കോസ്റ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ബാലൻസ്, പോയിന്റ്സ്, ഡ്രോപ്പ് ഗെയിം, പബ്ലിക് ലോഞ്ച്, കണക്ട് വാലറ്റ് വരെ അവർ കഴിഞ്ഞു. ഇപ്പോൾ അതിൽ ട്രൈബ്സ് കഴിഞ്ഞു, അതേപോലെ തന്നെ മീം ബാഡ് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തൊരു
കാര്യം പറയുന്നത്, ഈ ഒരു മീം പാഡ് എന്ന് പറഞ്ഞ് അവർ ഓഗസ്റ്റിൽ കൊണ്ടുവരാൻ പറഞ്ഞാണ്. ഇപ്പം ഈ മാസം ഏതാണ്, അതേപോലെ തന്നെ ഈ മാസം കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത മാസമൊക്കെ വരുന്നത് ഇപ്പോൾ 11ാം മാസം നവംബർ ആയിപ്പോയി. അപ്പോൾ ഓഗസ്റ്റ് പറഞ്ഞ കാര്യം നവംബറിലാണ് അവർ മീം പാഡ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം ഇനിയിപ്പോൾ ഈ ഒരു കാര്യം ഇത് ലോഞ്ച് ആവാൻ പോകുന്നത് മേ ബി അടുത്ത വർഷം തന്നെ ആവാം. അത്രത്തോളം ലാഗൊക്കെ അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ അവർ പക്ഷെ പറയുന്നത് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ റീസെൻ്റ്ലി നമുക്കിവിടെ ഒരു ഇത് നോക്കി എന്ന് പറഞ്ഞാൽ ഒരു 2024 കൂടെ തന്നെ ഈ പ്രൊജക്റ്റ് മൊത്തം ക്ലോസ് ചെയ്യണം എന്നായിരുന്നു അവർ റോഡ് മാപ്പിൽ അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല അവർ ചെയ്തിപ്പോൾ പുതിയ റോഡ് മാപ്പ് അവർ തരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ എന്തായാലും ഒരുപാട് ലാഗ് ആവും ഈ TGE കാര്യങ്ങളൊക്കെ. അവർക്ക് ഒരുപാട് യൂസേഴ്സ് കൂടും. അവർക്ക് യൂസേഴ്സ് കൂടുമ്പോൾ അവർക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് എന്നൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് കിട്ടുമ്പോൾ അവർ എത്രത്തോളം ഈ പ്രൊജക്റ്റിനെ ഡെവലപ്പ് ചെയ്യാനും പുതിയ പുതിയ സ്ട്രാറ്റജികൾ കൊണ്ടുവരാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഒരുപാട് സമയം എടുപ്പിച്ചിട്ടൊക്കെ ആയിരിക്കും ഇത് ലോഞ്ച് ആവുക. ലോഞ്ച് ആകുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ലക്ഷങ്ങൾ കിട്ടുമെന്ന് വിചാരിക്കുന്നവർക്ക് ഒരിക്കലും ലക്ഷങ്ങൾ കിട്ടില്ല. മേ ബി നിങ്ങളുടെ അക്കൗണ്ട് ഒരു ക്വാളിറ്റി ഇല്ലെങ്കിൽ അക്കൗണ്ട് ബേസ് വെച്ചിട്ടൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് എന്ത് കിട്ടുക, നിങ്ങൾക്കൊരു ടോക്കൺസ് കിട്ടുക എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഇതിൻ്റെ പ്രീ മാർക്കറ്റ് ഇപ്പോൾ റീസെൻ്റ്ലി അതും കൂടി ഒന്ന് നോക്കാം. പ്രീ മാർക്കറ്റ് നോക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ പ്രീ മാർക്കറ്റിലുള്ളത് തന്നെ എല്ലാ പ്രൈസിൽ വരിക, ഇല്ലെങ്കിൽ എന്താ ഈ ടോക്കൺ ലിസ്റ്റ് ആകുമ്പോൾ വരിക എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിനൊരു മാറ്റങ്ങൾ പറ്റും. ഇതിപ്പോൾ കറക്റ്റ് ഈ ലൈവിലേക്ക് വരുമ്പോൾ കുറേ ആൾക്കാർ ഇത് വാങ്ങുമ്പോൾ നല്ല രീതിയിൽ തന്നെ പ്രൈസ് കയറും. വാങ്ങിയ ഉടനെ നമ്മൾ എന്ത് ചെയ്യാം, കുറേ പേര് വിൽക്കും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പ്രൈസ് കുറയാനും ഇതിൻ്റെ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്കിപ്പോൾ കറൻ്റ്ലി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ കണ്ടോ 0.00749 ആണ് നമുക്കിപ്പോൾ കറൻ്റ്ലി ഓടിക്കൊണ്ടിരിക്കുന്ന ബ്ലമ്മിൻ്റെ പ്രീ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ 0.00749 എന്നുള്ളതാണ് നമുക്ക് ബ്ലമ്മിൻ്റെ പ്രീ മാർക്കറ്റ് വാല്യൂ നമുക്ക് കിട്ടിയത്. എനിക്കിപ്പോൾ 2.2 പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഇതൊരു കൺവേർഷൻ ആയിട്ടാണോ എനിക്കിത് കിട്ടുക എന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഡൗട്ടായിട്ടുണ്ട്. എനിക്കിപ്പോൾ 1 ലക്ഷം പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ ഞാനിവിടെ കണക്കാക്കാൻ പോകുന്നത് വെറും ഒരു 10,000 എനിക്ക് കിട്ടട്ടെ എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ കണക്കാക്കുന്നത്. എനിക്ക് എത്രത്തോളം ഫ്രണ്ട്സ് റെഫറിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ എനിക്കിപ്പോൾ ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകളിലൊക്കെ തീരെ പ്രതീക്ഷ പോയി. നമ്മളൊക്കെ ഇപ്പോൾ ആൾറെഡി ടെസ്റ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, നെറ്റ്വർക്ക് എയർ ഡ്രോപ്പിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഡീറ്റെയിലൊക്കെ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ടെലിഗ്രാം ചാനലിൽ ഒന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഞാനിവിടെ 2,50,000 പോയിൻറ്റ്സ് ഉണ്ട്. ആകെ 25,000 ടോക്കൺസ് മാത്രമാണ് ഞാൻ കണക്കാക്കുന്നുള്ളൂ. എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും കിട്ടില്ല. അപ്പോൾ നമുക്ക് നേരെ ഇൻറ്റു ചെയ്യുക 0.007 എത്രയാണ് അതിൻ്റെ വാല്യൂ, 749 ഇതായിരുന്നു നമുക്കിപ്പോൾ പ്ലമ്മിൻ്റെ വാല്യൂ. അപ്പോൾ എനിക്ക് ആകെ ഇപ്പോൾ ഇത്രത്തോളം പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ $187 കിട്ടും. 25,000 പോയിൻറ്റ്സ് അവർ തന്നാൽ അപ്പോൾ അവൻ്റെ ടോക്കൺ എത്രയാണ് തരുന്നത്. ഇപ്പോൾ അങ്ങനെ ഒരു അക്കൗണ്ട് ഏജ് വെച്ചിട്ട് നമുക്ക് ടോക്കൺ തരികയെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്രത്തോളം ടോക്കൺസ് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് ഞാൻ ചെറിയൊരു കൺവേർഷനൊക്കെ ആയിരുന്നു, വളരെ ചെറിയ കൺവേർഷൻ എടുത്തിട്ടാണ് 25,000 എടുത്തിട്ടുള്ളത്. അപ്പോൾ $187 എനിക്ക് കിട്ടുമായിരിക്കും. അപ്പോഴും നല്ല പ്രോഫിറ്റ് തന്നെയാണ് ഈ പ്രൊജക്റ്റ് തരുന്നത്. അതല്ലാതെ നിങ്ങൾക്കിപ്പോൾ ഈ 2 ലക്ഷം നിങ്ങൾക്ക് കൺവേർഷൻ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ 2,50,000 പോയിൻറ്റ്സ് ഉണ്ട്, ഡിവൈഡഡ് ബൈ 6 ആണ് അവർ മാക്സിമം പറഞ്ഞത്. അപ്പോൾ 41,666 പോയിൻറ്റ്സ് എനിക്ക് അവിടെ കിട്ടും. അതേ ഇൻറ്റു 0.00749 എന്ന് പറഞ്ഞാൽ എനിക്ക് $312 കിട്ടും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നല്ല പോയിൻറ്റ്സ് കിട്ടിയിരുന്ന ആൾക്കാർക്കൊക്കെ നല്ല പ്രോഫിറ്റ് കിട്ടുമായിരിക്കും. ബ്ലമ്മ് ഒരു പ്രീ മാർക്കറ്റ് വാല്യൂ ഒക്കെ നല്ല വാല്യൂ തന്നെയാണ്. നമുക്ക് എന്തായാലും ലിസ്റ്റ് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നല്ല വാല്യൂ വരും. അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വിൽക്കാൻ പറ്റണം. നമുക്കിങ്ങനെ കുറേ ഡിഫിക്കൽട്ടീസ് പറ്റുന്നുണ്ട്. ഇവർ കൊണ്ടുവരുന്ന എക്സ്ചേഞ്ച് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. സർവർ ഇഷ്യൂ വരുന്നുണ്ട്. മീം ഫേക്ക് ചെയ്ത് കണ്ടല്ലോ, ഒരു മണിക്കൂറിൽ നിങ്ങൾക്ക് ക്ലെയിം ചെയ്തിട്ട് നിങ്ങൾ വിൽക്കണം. അപ്പോൾ എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ആണ് നമ്മൾ യൂസേഴ്സ് തരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ എനിക്ക് എന്തായാലും $312 കിട്ടും എന്ന് എനിക്ക് ചെറിയൊരു പ്രതീക്ഷയ്ക്കുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം പോയിൻറ്റ്സ് ആയിട്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും താഴെ കമൻറ്റിൽ വന്ന് അതൊക്കെ മെൻഷൻ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മെൻഷൻ ചെയ്യുക, എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെന്ന് വിചാരിക്കുന്നുണ്ട്. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.